ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും SR ക്രിയേഷൻസിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, നമ്മളിന്ന് കൂട്ടുകാരുടെ മലയാളം പാഠപുസ്തകത്തിലെ 4ാമത്തെ യൂണിറ്റാണ് പഠിക്കാൻ പോകുന്നത്. 3 യൂണിറ്റുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? 4ാമത്തെ യൂണിറ്റിൻ്റെ പേരെന്താണെന്ന് അറിയാമോ? പിറന്നാൾ സമ്മാനം. ഉറക്കെ പറഞ്ഞോളൂ, പിറന്നാൾ സമ്മാനം. കൂട്ടുകാരെ, നിങ്ങളുടെ പിറന്നാൾ ദിനം എന്നാണ്? ഓരോരുത്തരായി പറഞ്ഞോളൂ. ഓരോരുത്തരുടേതും വ്യത്യസ്തമാണല്ലേ? എന്നാൽ ജനിച്ച വർഷമോ എല്ലാവരുടേതും ഒന്നു തന്നെയാണല്ലേ കൂട്ടുകാരെ? കൂട്ടുകാരുടെ പിറന്നാളിന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാറുള്ളത്? കേക്ക് വാങ്ങി കട്ട് ചെയ്യാറുണ്ടല്ലേ? പിന്നെയോ കൂട്ടുകാർക്കൊക്കെ മധുര പലഹാരങ്ങൾ നൽകാറുണ്ടല്ലേ? പിന്നെ ഔട്ടിങ്ങിന് പോകാറുണ്ടല്ലേ? അങ്ങനെ പലതരം ആക്ടിവിറ്റീസ് നമ്മൾ പിറന്നാളിന് ചെയ്യാറുണ്ട്. ഇവിടെ നോക്കിയേ, കാട്ടിലെ കൂട്ടുകാരുടെ പിറന്നാളാണ്. നമുക്ക് പാഠഭാഗത്തേക്ക് കിടക്കാം. അധ്യായം 4, പിറന്നാൾ സമ്മാനം. കോലനാടും കുഞ്ഞിപ്പൂച്ചയും മിന്നിത്താറാവും കൂട്ടുകാരാണ്. ഒരു ദിവസം കോലനാടും കുഞ്ഞിപ്പൂച്ചയും പറഞ്ഞു, മിന്നിത്താറാവിനെ കണ്ടില്ലല്ലോ, അവൾ എവിടെയായിരിക്കും? അങ്ങനെ 2 പേരും അന്വേഷിച്ചിറങ്ങി. ഒരു മരത്തിൻ്റെ ചുവട്ടിൽ വിഷമിച്ച് നിൽക്കുന്ന മിന്നിത്താറാവിനെ അവർ കണ്ടെത്തി. മിന്നി, നിനക്ക് എന്ത് പറ്റി? കോലനാട് ചോദിച്ചു. ഇന്ന് എൻ്റെ പിറന്നാളാണ്, അതിന് നീ എന്താ വിഷമിച്ചിരിക്കുന്നത്? ഇന്ന് സന്തോഷിക്കല്ലേ വേണ്ടത്? കുഞ്ഞിപ്പൂച്ച പറഞ്ഞു. അതെ, എനിക്ക് വിഷമമൊന്നുമില്ല. മുകളിൽ കാണുന്ന മുത്തില്ലേ, അതാ ആ മുത്ത്, അതെനിക്ക് വേണം. മിന്നിത്താറാവ് പറഞ്ഞു. കോലനാടും കുഞ്ഞിപ്പൂച്ചയും മുകളിലേക്ക് നോക്കി. ജിമ്മിപ്പട്ടിയും കോഴിയമ്മയും കുഞ്ഞുമൊക്കെ ഉണ്ടായിരുന്നു. മിന്നി, നിന്റെ പിറന്നാളാണോ? അമ്മുക്കിടാവിനും പിറന്നാളാണ്. അമ്മുക്കിടാവിന് പിറന്നാൾ സമ്മാനം കൊടുക്കാൻ എനിക്കും ഒരെണ്ണം വേണം, കോഴിയമ്മ പറഞ്ഞു. തട്ടി മുട്ടി തടിനോ പൊടിനോ താഴെ വീണു. പൂച്ചയ്ക്ക് വിഷമമായി. അയ്യോ, ഇനി എന്ത് ചെയ്യും? കൂട്ടുകാരെ, മുത്തെടുക്കാനായി കുഞ്ഞിപ്പൂച്ച നാരകത്തിലേക്ക് വലിഞ്ഞു കയറി. പൂച്ച നാരകത്തിൽ കയറി. നിറയെ മുള്ളുകൾ. പൂച്ച വീണു. തട്ടിമുട്ടി തടിനോ പൊടിനോ താഴെ വീണു. പൂച്ചയ്ക്ക് വിഷമമായി. കൂട്ടുകാരെ, നാരകത്തിൽ നിറയെ മുള്ളുകളല്ലേ? അതെ, കുഞ്ഞിപ്പൂച്ച മുത്തെടുക്കാനായി ചാടിക്കയറി. പക്ഷെ എന്താ പറ്റിയത്? നാരകത്തിൽ നിന്ന് ഒരു മുള്ള് കുഞ്ഞിപ്പൂച്ചയുടെ കയ്യിലേക്ക് കുത്തിക്കയറി. അയ്യോ! കുഞ്ഞിപ്പൂച്ച ഉറക്കെ വിളിച്ചുകൊണ്ട് താഴേക്ക് വീണു. എങ്ങനെ വീണു? തട്ടിമുട്ടി തടിനോ പൊടിനോ താഴെ വീണു. കുഞ്ഞിപ്പൂച്ചയ്ക്ക് വിഷമമായി. മുത്തെടുക്കാൻ കഴിഞ്ഞില്ലല്ലോ. കൂട്ടുകാരെല്ലാം മുകളിലേക്ക് മുത്തിനെ നോക്കി. അതാ മുത്ത് പൊട്ടുന്നു. കോലനാട് വിളിച്ചു പറഞ്ഞു. മുത്ത് പൊട്ടുകയോ? എല്ലാവരും നാരകത്തിലേക്ക് നോക്കി. ഹായ് കൂട്ടുകാരെ, മുത്ത് പൊട്ടി എന്താ പുറത്തു വന്നത്? കുഞ്ഞി പൂമ്പാറ്റയാണല്ലോ. ചേലുള്ള പൂമ്പാറ്റ വട്ടമിട്ടു പറന്നല്ലോ. മുത്തം ഒന്ന് കൊടുത്തല്ലോ അമ്മുവിനുമ്മ തേനുമ്മ. ചേലുള്ള പൂമ്പാറ്റ വട്ടമിട്ടു പറന്നല്ലോ. മുത്തമൊന്ന് കൊടുത്തല്ലോ അമ്മുവിനുമ്മ തേനുമ്മ. ഇതുപോലെ പകരം നമുക്ക് ചേർത്തു പാടാം. പാടിക്കോളൂ കൂട്ടുകാരെ. ചേലുള്ള പൂമ്പാറ്റ വട്ടമിട്ടു പറന്നല്ലോ. മുത്തമൊന്ന് കൊടുത്തല്ലോ അമ്മുവിനുമ്മ തേനുമ്മ. കൂട്ടുകാരെ, ഇവിടെ ഒത്തിരി ചിത്രം കണ്ടില്ലേ? ഈ ചിത്രങ്ങളൊക്കെ എങ്ങനെയാണ് വരച്ചിരിക്കുന്നത്? കയ്യിൽ മഷി പുരട്ടി കയ്യിലെ അച്ചുപയോഗിച്ചാണ് വരച്ചിരിക്കുന്നതല്ലേ? അതെ, നമുക്കിതിൽ നിന്നും നമ്മൾ വളർത്തുന്നവയെ കണ്ടുപിടിക്കാമോ? അവയുടെ പേരും ഉറക്കെ പറയണേ. ആരൊക്കെയാണ്? പൂച്ച, നായ്, കോഴി, പശു, താറാവ്. ഇവയെല്ലാം നമ്മൾ വളർത്താറുണ്ടല്ലേ? പിന്നെ പൂക്കളെയും വളർത്താറുണ്ട്, പൂന്തോട്ടവും നമ്മൾ ഉണ്ടാക്കാറുണ്ട്. ഇതുപോലെ നമുക്ക് വരച്ചല്ലോ കൂട്ടുകാരെ. കൂട്ടുകാരുടെ കയ്യിൽ പലതരത്തിലുള്ള ചായങ്ങളില്ലേ? അവ കയ്യിൽ പുരട്ടിയ ശേഷം പേപ്പറിൽ പല ആകൃതിയിൽ വരച്ചു നോക്കൂ. ഇവിടെ കണ്ടോ, ഒരു മരമാണല്ലേ? അതുപോലെ മറ്റു കുറേ ചിത്രങ്ങളുണ്ട്. സിംഹം, പൂക്കൾ, പശു, പൂച്ച, ജിറാഫ്, നായ്ക്കുട്ടി,
കോഴിക്കുഞ്ഞ്, താറാവ്, ആമ, ഇങ്ങനെ തുടങ്ങി ഒത്തിരി ചിത്രങ്ങൾ നമുക്ക് വരയ്ക്കാൻ കഴിയും കേട്ടോ. ഇനി ഒരു കഥ കേൾക്കാം. കിനാവ്. ഇവിടെ കണ്ടോ, ഒരു ചിത്രം കാണാമല്ലേ? എന്ത് ചിത്രമാണ്? ഒരാളൊരു കുഞ്ഞനാടിനെ പിടിച്ചിരിക്കുന്നത് കാണാമല്ലേ? ഒരു കർഷകന് ഒരു ആടുണ്ടായിരുന്നു. ചിത്രം കണ്ടില്ലേ? കണ്ടു അല്ലേ? ഇതുപോലെ കൂട്ടുകാരൻ വരച്ചു നോക്കൂ. എന്നും ആ കർഷകൻ ആടിന് തീറ്റ കൊടുക്കും. ഒരു നാൾ അയാൾ ആ ആടിനെ വിറ്റു. അന്ന് രാവിലെ അയാൾ ഒരു കിനാവ് കണ്ടു. രാത്രിയിലൊരു സ്വപ്നം കണ്ടു കേട്ടോ. ആട് തിരികെ വന്നു. അയാൾ എന്ത് സ്വപ്നമാണ് കണ്ടത് കൂട്ടുകാരെ? കർഷകൻ കണ്ട സ്വപ്നം ആട് തിരികെ വരുന്നതായിട്ടാണ്. സ്വപ്നത്തിൻ്റെ മറ്റൊരു വാക്കെന്താ? കിനാവ്. കിനാവ് കണ്ട് കർഷകൻ പിറ്റേന്ന് രാവിലെ ഉറക്കമെഴുന്നേറ്റു. പിറ്റേന്ന് വാതിൽ തുറന്നപ്പോൾ വീട്ടിൻ്റെ മുറ്റത്ത് അതാ കുഞ്ഞനാട് നിൽക്കുന്നു. കൂട്ടുകാരെ, ഇവിടെ ചിത്രത്തിൽ എന്തൊക്കെയാണ് കാണുന്നത്? ഒരു കുഞ്ഞെന്ത് ചെയ്യുന്നു? ബുൾസ കഴിക്കുന്നല്ലേ? അവൻ്റെ കയ്യിൽ ഒരവിച്ച മുട്ടയും ഉണ്ട്. മറ്റൊരു കുഞ്ഞോ, അവൾ പാല് കുടിക്കുവാണല്ലേ? മറ്റൊരാൾ ഇറച്ചി കഴിക്കാൻ പോവാണ്. ഇതെല്ലാം നമുക്ക് ആരാണ് തരുന്നത്? അതെ, മൃഗങ്ങളാണല്ലേ. മുട്ടയും ഇറച്ചിയുമൊക്കെ നമുക്ക് കോഴി നൽകാറുണ്ട്. പാലോ പശുവാണ് നമുക്ക് നൽകാറുള്ളത്. ചിത്രത്തിന് നിറം കൊടുക്കാമോ കൂട്ടുകാരെ? ചിത്രത്തിന് അനുയോജ്യമായി നിറം കൊടുക്കണം കേട്ടോ. കൊടുക്കാം. ഹായ്, എന്തു ഭംഗിയാണല്ലേ? അതെ, നോക്കിയേ കൂട്ടുകാരെ, ഇവിടെ അമ്മക്കുട്ടി എന്താ ചെയ്യുന്നത്? അവൾ അവളുടെ കുഞ്ഞൻ മുയലിനോടൊപ്പം കളിക്കുകയാണല്ലേ. ഇനി ഒരു കഥയായാലോ കൂട്ടുകാരെ? ചൊക്കൻ്റെയും കാർത്തിയുടെയും ഒരു കഥയാണ്. അവർ കായ് തേടിപ്പോയ കഥ നോക്കാം. കായ് തേടി അവർ നടന്നു. കാട്ടിലൂടെ അങ്ങനെ നടന്നു. ചൊക്കൻ മുന്നിൽ, കാർത്തി പിന്നിൽ. പെട്ടെന്ന് ചൊക്കൻ നിന്നു. ചെവി കൂർപ്പിച്ചു. അതാ ഒരു കടുവ. പിറ്റേന്ന് ചൊക്കൻ വന്നു. ചൊക്കൻ വിളിച്ചു. കാർത്തി പിന്നാലെ പോയി. അതാ മരച്ചുവട്ടിൽ കുട്ടുറുവൻ കിളി. കാർത്തി കിളിയെ എടുത്തു. വെള്ളം കൊടുത്തു. കിളി പറന്നുപോയി. ചൊക്കൻ വാലാട്ടി. ചൊക്കൻ ആള് കൊള്ളാമല്ലോ. ചൊക്കനെന്ന് പറഞ്ഞാൽ ആരാണ് കൂട്ടുകാരെ? ആ, കാർത്തിയുടെ കുഞ്ഞി നായ്ക്കുട്ടിയാണ്. അവൾ ആള് കൊള്ളാമല്ലോ. നായ്ക്കുള്ള വിശേഷണങ്ങളാണ് കണ്ടോ. നായ്ക്ക് മണം പിടിച്ച് ദൂരെയുള്ള ശത്രുക്കളെ വരെ മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ ദൂരെയുള്ള വസ്തുക്കളെ കാണാൻ കഴിയും. രാത്രിയിലും അവന് കാണാൻ കഴിയും കൂട്ടുകാരെ. കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായോ? കവിതകളോ? ഇപ്പം നമ്മൾ 4ാമത്തെ അധ്യായമാണ് പഠിച്ചത്, പിറന്നാൾ സമ്മാനം. വളരെ മനോഹരമായ കഥകളും കവിതകളും ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ കൂട്ടുകാർ അതൊക്കെ നന്നായി പഠിച്ചില്ലേ? പഠിച്ചു അല്ലേ? വാക്കുകൾ ഓരോന്നായി എഴുതി പഠിക്കണേ. അപ്പോൾ കൂട്ടുകാർക്ക് ക്ലാസ്സുകൾ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരുമിച്ച് കാണാം. താങ്ക് യു.